അമ്മയെന്ന് പറയുന്നത് മലയാള സിനിമയിലെ താരസംഘടന. ഈ താരസംഘടനയെ അമ്മയെ ചതിച്ചത് മറ്റൊരു ഹേമയാണ്. അവർ ധാരാളം പേരെ കണ്ട് മൊഴിയെടുത്ത് മറ്റ് തെളിവുകളെല്ലാം നിരത്തി മലയാള സിനിമയുടെ പോക്ക് ശരിയല്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് സിനിമാ നടികളിൽ തന്നെ രണ്ട് തട്ടാണുള്ളത്. ശരീരം വേണം എന്നുള്ളത് തന്നെ അവർ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പം ഞാൻ സാറിട്ട് പറഞ്ഞു, സാർ ഇത് നടക്കൂല, സോ സീറ്റിംഗ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു. അപ്പം ലാസ്റ്റ് മറ്റൊരാള് മതിയോ എന്നുള്ള രീതിയിലേക്ക് അവരുടെ ചോദിച്ചു. പക്ഷെ അങ്ങനെ മറ്റൊരാളല്ല എന്നെ തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ക്രിപ്റ്റ് ഞാനവിടെ എനിക്ക് ശരിയാവില്ല. അപ്പം നിങ്ങളോട് ശരീരം ചോദിച്ച കാമവെറിയന്മാരായിട്ടുള്ള പുരുഷന്മാരോട് നിങ്ങൾക്ക് ദേഷ്യവും വെറുപ്പും ഉണ്ടെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് പോടാ ഇറങ്ങണ പുല്ലൻ്റെ മോനെ എന്ന് പറയണം. അതിന് പകരം ഞാൻ തരില്ല, വേണമെങ്കിൽ എൻ്റെ കൂട്ടുകാരിയെ തരാം. സത്യം പറഞ്ഞ സ്ത്രീകളാണ് സ്ത്രീകളുടെ ശാപം എന്ന് പറയുന്നത് ഈ വാക്കിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. സെക്ഷൽ അസാൾട്ട് എന്ന് പറയുന്നത് ഈസ് എ ക്രിമിനൽ ഒഫൻസ്. അത് കൈകാര്യം ചെയ്യുന്നത് മാമനോ കൊച്ചച്ഛനോ കുഞ്ഞമ്മയൊന്നും അല്ല, അത് കൈകാര്യം ചെയ്യേണ്ടത് പോലീസാണ്. ഒരു സ്ത്രീക്ക് വാഗ്ദാനം നൽകിക്കൊണ്ട്, അത് വിവാഹമായിക്കോട്ടെ, ജോലി ആയിക്കോട്ടെ, സിനിമയിലെന്നൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട റോൾ ആയിക്കോട്ടെ, ഇതെല്ലാം വാഗ്ദാനം ചെയ്തിട്ട് അവരുടെ ശരീരം ഉപയോഗിച്ചതിന് ശേഷം ഇതൊന്നും പാലിക്കപ്പെടുന്നില്ലെങ്കിൽ സെക്ഷൻ 69 BNS പ്രകാരം അവർക്കെതിരെ കേസ് കൊടുക്കാം. 10 വർഷം വരെ തടവ് കിട്ടുന്ന ഒരു ക്രിമിനൽ ഒഫൻസാണിത്. പക്ഷേ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നിങ്ങൾ എന്തുകൊണ്ട് പോലീസിന് കൊടുക്കുന്നില്ല എന്ന് നമ്മൾ ചോദിച്ചു പോയാൽ മറുപടി ഇതാ ഇങ്ങനെയായിരിക്കും. എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ ഉളകളുടെ പുറകെ നടക്കാൻ സൗകര്യം ചോദിച്ചു പോയവൻ